പ്രിയ സുഹൃത്തുക്കളെ, നല്ല ഒരു സുപ്രഭാതം എല്ലാവർക്കും നേരുന്നു. 8/11/2025 മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 23 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് ഈശോടൊപ്പം യാത്ര ചെയ്യുന്ന ശിഷ്യന്മാർ. അവർ യാത്ര ചെയ്യുന്ന സ്ഥലത്ത് ഗോതമ്പ് വയലാണ് എന്ന് തോന്നുന്നു. അവിടുന്ന് കതിരുകൾ പറിക്കുവാൻ തുടങ്ങി. അത് സാബത്ത് ദിവസമായതുകൊണ്ടാണ് കതിരുകൾ പറിക്കുവാൻ തുടങ്ങിയപ്പോൾ തന്നെ, അല്ലെങ്കിൽ പറിച്ചപ്പോൾ. രണ്ട് വാക്കാണ്. പറിക്കാൻ തുടങ്ങിയതും പറിച്ചതും രണ്ടാണ്. ഒന്ന് ഒന്ന് തുടങ്ങുന്നതും ഒന്ന് കഴിഞ്ഞതുമാണ്. പറിക്കാൻ തുടങ്ങി അല്ലെങ്കിൽ പറിച്ചു. ഇത് കണ്ടപ്പോൾ ഫരീസയർ, അതായത് സാബത്ത് ജോലി ചെയ്യാൻ പാടില്ല. അപ്പം സാബത്ത് എന്നുള്ളത് ഏതോ നമുക്ക് ഒരു ജോലിയും ചെയ്യാൻ പാടില്ലാത്ത സംഭവമാണ്. അതാണ് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്തപ്പം സാബത്ത് ദിവസം അവർ തിരിച്ച് ചെയ്യാതെ ആ ദിവസം ഒന്ന് വെയിറ്റ് ചെയ്തതിൻ്റെ കാര്യം. ഒന്നും ചെയ്യാൻ പാടില്ലാത്ത ദിവസമാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇവരിങ്ങനെ ഇത് പറിച്ചു? അപ്പോൾ ഇവർ തിന്നു കാണും എന്ന് ചിന്തിക്കുകയാണ്. ആ മണികളെടുത്ത് തിന്നു കാണും. എന്നാൽ ഇവർ യഹൂദരായിരുന്നു, അത് മനസ്സിലാക്കണം. ഈ കർത്താവിൻ്റെ ശിഷ്യന്മാർ യഹൂദരായിരുന്നു. ഈശോടൊപ്പം നടക്കാൻ തുടങ്ങിയപ്പോൾ അവർ അവരുടെ യഹൂദ പാരമ്പര്യത്തിൽ നിന്ന് മാറി ഈശോ പഠിപ്പിച്ച വഴിയിലേക്ക് വരാൻ തുടങ്ങി എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് അവർ യഹൂദരായിരിക്കുന്ന ശിഷ്യന്മാർ വയലിൽ നിന്ന് നെൽക്കതിര് പറിച്ചു തുടങ്ങി എന്നതിൽ നിന്ന്. അതായത് ഈശോയോട് ചേർന്ന് നിൽക്കുന്നവൻ്റെ സ്വഭാവം അറിയാതെയോ അറിഞ്ഞോ എങ്കിലും പതുക്കെ മാറി തുടങ്ങും. അടുത്തത് ഈശോ ഇതിന് ഉത്തരം കൊടുക്കുന്നുണ്ട്. ദാവീദ് ദേവാലയത്തിനകത്ത് കയറി പുരോഹിതന്മാർക്ക് വേണ്ടി മാത്രം വെച്ചിരിക്കുന്ന കാഴ്ചയപ്പം, അത് നല്ലൊരു വാക്കവിടെ ഉപയോഗിക്കുന്നുണ്ട്. ദാവീദും അനുചരന്മാരും കൈവശം ഒന്നുമില്ലാതെ വിശന്ന് വലഞ്ഞപ്പോൾ എന്ത് ചെയ്തു നിങ്ങൾ വായിച്ചിട്ടില്ലേ? അബിയാദർ പ്രധാന പുരോഹിതനായിരിക്കെ ദാവീദ് ദേവാലയത്തിൽ പ്രവേശിച്ച് പുരോഹിതന്മാർക്ക് അല്ലാതെ മറ്റാർക്കും ഭക്ഷിക്കാൻ അനുവാദമില്ലാത്ത കാഴ്ചയപ്പം ഭക്ഷിക്കുകയും കൂടെ ഉണ്ടായിരുന്നവർക്ക് കൊടുക്കുകയും ചെയ്തില്ലേ? സുന്ദരം. കർത്താവ് എത്രത്തോളം പഴയ നിയമത്തെ വായിച്ച് മനസ്സിലാക്കി പഠിച്ചിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം യേശു എവിടെയും പോയി പഠിച്ചതായിട്ട് പറയുന്നില്ല. പക്ഷേ യേശുവിന് നന്നായ ഗ്രാഹ്യമുണ്ടായിരുന്നു. ഈ ഗ്രാഹ്യം ഒരുപക്ഷെ ദൈവികമായി ലഭിച്ചതോ അല്ലെങ്കിൽ മനസ്സിലാക്കണേ പോലും ദൈവികത വേണം. ഒത്തിരി പുസ്തകം വായിക്കുന്നതിന് ഒത്തിരി വിവരം ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ഒരു പുസ്തകം വായിക്കാത്തവന് ദൈവം ആത്മജ്ഞാനം അല്ലെങ്കിൽ ഇൻസൈറ്റ് കിട്ടും, ഉൾക്കാഴ്ചകൾ, ഉൾവിളികൾ കൊടുക്കും. അങ്ങനെ ആയിരിക്കാം ഈശോയ്ക്ക് ലഭിച്ചത് എന്നാണ് എൻ്റെ ചിന്ത. എന്നിട്ട് ഇനിയും അവിടെ മനോഹരമായിട്ട് ഈശോ പറയുന്നുണ്ട്, ദാവീദിനെ സംബന്ധിച്ചിടത്തോളം ദാവീദ് കർത്താവിൻ്റെ സാന്നിധ്യ പേടകത്തിന് മുമ്പാകെ നൃത്തം ചെയ്തവനാണ്. ഒന്നിനെക്കുറിച്ചും ദാവീദിന് അത്ര ഭയമില്ലാത്ത ഒരാളാണ്. എന്ത് ചെയ്യുന്നോ അത് ദൈവത്തിന് വേണ്ടിയാണ് എന്ന് ചിന്തിച്ച് ചെയ്യുന്ന വ്യക്തിയാണ് ദാവീദ്. ഇനി അടുത്തൊരു കാര്യമുണ്ട്, അത് നമ്മുടെ ജീവിതത്തിലും ചിന്തിച്ചുള്ളത്. ദൈവത്തെ പ്രതി നിനക്ക് നാണിക്കേണ്ട കാര്യമില്ല. ദൈവത്തെ പ്രതി കോപിക്കുകയും വേണ്ട, ദൈവത്തെ പ്രതി സന്തോഷിക്കുകയും വേണ്ട. ദൈവത്തിൽ സന്തോഷിച്ചോളൂ. കാരണം ദൈവത്തിന് നീ അത്യാവശ്യമുള്ള വ്യക്തിയാണ്. എന്നാൽ നമ്മൾ സപ്പോർട്ട് ചെയ്ത് ദൈവം നിൽക്കൂ എന്ന് ചിന്തിക്കേണ്ട. അത് നമ്മുടെ മണ്ടത്തരമാണ്. നമ്മൾ പള്ളിയിൽ പൈസ കൊടുത്താലേ, അല്ലെങ്കിൽ ചർച്ചിൽ പൈസ കൊടുത്താലേ, അല്ലെങ്കിൽ നമ്മുടെ മറ്റെവിടെങ്കിലും പൈസ കൊടുത്താലേ ദൈവം നിലനിൽക്കൂ എന്നത് നമ്മുടെ മൗഢ്യം. അതോടെ നിൽക്കട്ടെ. ഇനി അടുത്ത വാക്കാണ് ഏറ്റവും സുന്ദരമായിട്ട് ഈശോ തച്ചുടയ്ക്കാനും തകിടം മറിക്കാനും പിഴുതെറിയാനും പുതുക്കിപ്പണിയാനുമാണ് ഞാൻ നിന്നെ നിയോഗിക്കുന്നത് എന്ന് ജെറമ്യായോട് പറഞ്ഞതുപോലെ വളരെ മനോഹരമായൊരു തകിടം മറിക്കലൂടെ കാണുന്നുണ്ട്. അതാണിത്. സാബത്ത് മനുഷ്യന് വേണ്ടിയാണ്, മനുഷ്യൻ സാബത്തിന് വേണ്ടിയല്ല. മനുഷ്യപുത്രൻ സാബത്തിൻ്റെയും കർത്താവാണ്. എത്ര സുന്ദരമായിട്ടാണ് അവിടെ അന്ന് വരെ ഉണ്ടായിരുന്ന ഒരു വിശ്വാസത്തെ തകിടം മറിക്കുന്നത്. മനുഷ്യൻ സാബത്തിന് വേണ്ടിയല്ല, സാബത്ത് മനുഷ്യന് വേണ്ടിയാണ്. എന്നുവെച്ചാൽ ഇവിടെ മനുഷ്യത്വത്തിനാണ് പ്രാധാന്യം, നിയമത്തിനല്ല. നിയമം വേണ്ട എന്നല്ല പറഞ്ഞേ. ഒരനുഷ്ഠാനം, ഒരാചാരം, ഇത് ഒരു മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ മാനവകുലത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി അല്ലാത്ത ഒരു നിയമവും വേണ്ട എന്ന് പറയുന്ന പക്കാ രാഷ്ട്രീയക്കാരനേക്കാൾ വിപ്ലവകാരിയായിട്ടാണ് ഈശോയോട് സംസാരിക്കുന്നത്. വേണ്ടാത്ത നിയമം വേണ്ട.
കാരണം എന്താ, ഇതെല്ലാം മനുഷ്യന് ഉതകാത്ത നിയമങ്ങൾ എന്തിന് എന്ന് ചോദിക്കുന്ന ഒരു വിപ്ലവകാരിയായ ഈശോയുടെ കാണാൻ സാധിക്കും. രണ്ടാമത്തേത്, ഈ വിപ്ലവത്തിൻ്റെ ആധികാരികത എത്രത്തോളം വെളിച്ചത്തെത്തുന്നു എന്ന് പറഞ്ഞാൽ, മനുഷ്യപുത്രൻ ആരുടെയാണ്? ശാപത്തിൻ്റെയും ദൈവമാണ്. അല്ലെങ്കിൽ ആ വാക്ക് ഒന്നുകൂടെ ഞാൻ പറയാം, മനുഷ്യപുത്രൻ ശാപത്തിൻ്റെയും കർത്താവാണ്. ഇവിടെയാണ് മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറത്തോട് എന്തിന് ഉപവസിക്കണമെന്ന് ചോദിച്ചത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, യേശുക്രിസ്തു അസന്നിഗ്ധമായി മനുഷ്യൻ്റെ പ്രാധാന്യം, എക്സിസ്റ്റൻഷ്യലിസം എന്ന് ജീൻ പോൾ സാർത്ത് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, സ്വരം ക്രിക്കകാർഡും ഒക്കെ അങ്ങനെ വന്നിട്ടുണ്ടാവാം, ആ അസ്തിത്വത്തെക്കുറിച്ച്, മനുഷ്യ അസ്തിത്വം പ്രധാനപ്പെട്ടതാണെന്നും എന്നാൽ മനുഷ്യ അസ്തിത്വം ദൈവം അതിന് പ്രാധാന്യം കൊടുക്കുന്നെന്നും വയലിലെ ഭക്ഷണ സാധനങ്ങൾ മനുഷ്യന് വേണ്ടിയാണ്, നിയമത്തിനു വേണ്ടി മാറ്റിവെക്കാനുള്ളതല്ല എന്നും പഠിപ്പിക്കുന്ന ഈശോയെ കാണാം. ജോൺസൺ കരൂർ.